Hello everyone, welcome back to Story World. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ നന്ദി. പുതിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിമൈനിങ് പാർട്ടാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തിട്ടിരിക്കാം. നിങ്ങൾ പോയി കണ്ടു നോക്കിയിട്ട് ഈ സ്റ്റോറി വന്ന് കാണുക. സോ നമുക്ക് വൈകിക്കേണ്ട, നമുക്ക് സ്റ്റോറിയിലോട്ട് പോയാലോ. സ്റ്റോറി ഇതിലായിരുന്നു നിന്നത്. നിരഞ്ജനയുടെ വീട് പാലുകാച്ചിൻ്റെ അന്ന് നടന്ന ഇൻസിഡൻറ്റിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇവളുടെ അമ്മ യൂഷ്വലി പോകുന്നത് പോലെ തന്നെ കിച്ചണിൽ പോവുകയാണ്. ബേൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് സ്റ്റൗ കത്തുന്നില്ല. അവിടെയുള്ള എല്ലാവരും ട്രൈ ചെയ്തു സ്റ്റൗ കത്തിക്കാനായിട്ട്, പക്ഷെ കത്തുന്നതേ ഇല്ല. അപ്പോൾ ഇവർക്ക് എന്തായെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കത്താത്തത് എന്നുള്ള ഇതിൽ അവർ ഗ്യാസ് ഏജൻസിയെ വിളിച്ച് പറയാണ്. അവർ വന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് കത്തുന്നുണ്ട്. അത് അവർക്ക് എന്തുകൊണ്ടാണ്, കാരണം അവരുടെ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത ഒരു കാര്യം അവർ വന്നപ്പോൾ നടന്നു. അതേ അവർക്കൊരു ഒരു നെഗറ്റീവ് ഫീൽ പോലെ ആയിരുന്നു. അത് മാത്രമല്ല, അന്ന് രാത്രി മുതൽ ഇവർക്ക് സമാധാനം എന്ന് പറയുന്നതേ ഇല്ല. അൺയൂഷ്വലായിട്ട് സൗണ്ട് കേൾക്കുക, മോസ്റ്റായിട്ട് കിച്ചണിൽ നിന്ന് സൗണ്ട് ഇവർക്ക് വന്നിട്ടേ ഇരിക്കുക. കുക്ക് ചെയ്യുന്നത് പോലെ, വെള്ളം ടാപ്പ് തുറന്നത് പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ, ഇങ്ങനത്തതൊക്കെ ഡിസ്റ്റർബൻസ് നടന്നിട്ടിരുന്ന സമയത്ത് ഇവളുടെ അമ്മൂമ്മ സജസ്റ്റ് ചെയ്ത് ഇവരൊരു ജ്യോത്സ്യനെ പോയി കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ വീട് വന്ന് നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ വന്ന് വാസ്തു ശരിയല്ല, കിച്ചൻ്റെ സ്ഥാനമൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവർ കിച്ചൻ്റെ സ്ഥാനമൊക്കെ മാറ്റി. അപ്പോൾ ഈ റിനോവേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇവരുടെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ വീടിനെ വൺസ് മോർ റിനോവേറ്റ് ചെയ്ത് അവർ കിച്ചൺ മാറ്റി കിച്ചൻ്റെ സ്ഥാനത്ത് ലൈബ്രറി ആക്കി. ബാക്കിയെല്ലാം അതുപോലെ തന്നെ കിച്ചണും ലൈബ്രറിയും അങ്ങനെ മാത്രം ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് പിന്നീട് അവർ മഹാമൃത്യുഞ്ജയ ഹോമവും അങ്ങനത്തെ എന്തൊക്കെ ഹോമങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇവർ കയറിയത്. ആദ്യത്തെ ഒരു 1-2 മന്ത് ഇവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പീസ്ഫുള്ളായിരുന്നു, ഇവർ നന്നായിട്ട് പോവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവളും ഇവളുടെ അച്ഛനും ഇവളുടെ അഡ്മിഷൻ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഇവളുടെ അമ്മ ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അന്ന് ഫുൾ പവർ കട്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെയും അവരൊന്നും ഇൻറ്റിമേഷൻ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു പവർ കട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പവർ കട്ടായിരുന്നു. അതുമാത്രമല്ല, അന്ന് രാവിലെ ഫുൾ ഇൻവെർട്ടർ ഇട്ടത് കൊണ്ട് തന്നെ 6 മണിക്ക് ഇൻവെർട്ടറും കഴിഞ്ഞിരുന്നു. പിന്നെ കറണ്ട് ആണെങ്കിൽ 6 മണിയായിട്ടും വന്നതില്ല. അതുമാത്രമല്ല, നിരഞ്ജനയും അവളുടെ അച്ഛനും വന്നതുമില്ല, ലേറ്റ് ആവുന്നുണ്ട്. സോ ഇവളുടെ അമ്മ ഒരു ലാമ്പും എടുത്ത് ഈ ലൈബ്രറിയിൽ പോയി ബുക്ക് വായിച്ചിട്ടിരിക്കുകയാണ്. ബുക്ക് വായിച്ചിട്ടിരിക്കുമ്പോഴാണ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ അമ്മയ്ക്ക് ഫീൽ ചെയ്യാണ്, ആരോ അവരുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ട് ഈ ബുക്കിൽ നോക്കുന്നത് പോലത്തെ ഒരു ഫീൽ ഇവർക്ക് വരാൻ തുടങ്ങി. നമുക്കായിരുന്നാലും വരുമല്ലോ ഇങ്ങനെ, ആരെങ്കിലും പെട്ടെന്ന് പുറകെ വന്ന് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ നിന്ന് നമുക്ക് പെട്ടെന്ന് ആരോ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ വരുമല്ലോ. അതുപോലെ വന്ന് ഇവളുടെ അമ്മ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവളുടെ അമ്മ വീണ്ടും റീഡ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് പവർ വന്നതിന് ശേഷം ഇവളുടെ അമ്മ നോക്കുമ്പോൾ അടുത്തൊരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിൽ ഒരു ബുക്ക് മാത്രം ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ അമ്മ ആണെങ്കിൽ ആ ബുക്ക് എടുത്തതില്ല. പിന്നെ എങ്ങനെ അത് വന്നു എന്നും അവർക്ക് അറിയില്ലായിരുന്നു. എന്നാലും അവർ വിചാരിച്ചു മേ ബി നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ലാതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ബുക്കിനെല്ലാം ഫോൾഡ് ചെയ്ത് ബാക്ക് വെച്ചിട്ട്, അപ്പോൾ ഇവളുടെ അമ്മയ്ക്ക് കുറച്ച് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഉണ്ടായിരുന്നു. അതായത് കറണ്ട് വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവളുടെ അമ്മ വായിച്ചിട്ടിരുന്ന ബുക്കിലേക്ക് ഒരു മാർക്കർ വെച്ചതിന് ശേഷം ഇവളുടെ അമ്മ പോയി കിച്ചൺ വർക്ക് ചെയ്യുകയാണ്. കിച്ചൺ വർക്ക് ചെയ്തിട്ടിരുന്ന സമയത്ത് ഇവളുടെ അമ്മയ്ക്ക് കോള് വരെയാണ്. ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് തികച്ചും അൺയൂഷ്വലായിട്ട് നടന്ന ഒരു സംഭവമാണ്. ആരും തന്നെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത് നടന്നത്. സോ അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ഫൈനൽ പാർട്ട് അടുത്തത് വരുന്നതായിരിക്കും. ആ പാർട്ടിൽ എന്താണ് നടന്നതെന്ന് പറയുന്നതായിരിക്കും. കാരണം അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത ഒരു സംഭവമാണ്. ഗോസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും, പക്ഷേ ഇത് അവളുടെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതാണ്. മാത്രമല്ല, ഇത് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ടൈമൊക്കെ ഞാനും അവളുടെ കൂടെ സർവൈവ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്കറിയാം നടന്ന സംഭവം. സോ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ അടുത്ത ഫൈനൽ പാർട്ടിൽ
അത് അന്ന് എന്താണ് നടന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.